പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ സ്നേഹം വളരെ ആഴമുള്ളതാണ്, ഡീപ്പായിട്ടുള്ളതാണ് അല്ലെ. യേശു എന്തിനാണ് നമ്മൾ ഇത്രമാത്രം സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കിയാലും മനുഷ്യന്റെ ബുദ്ധി കൊണ്ട്, മനുഷ്യന്റെ ശക്തി കൊണ്ട് അല്ലെ, അത് കണ്ടെത്താൻ ശ്രമിച്ചാൽ ഒരിക്കൽ പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത, മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ദൈവത്തിന്റെ സ്നേഹം. എന്തിനാണ് നമ്മൾ ഇതിനുമാത്രം സ്നേഹിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഒന്ന് എത്തിനോട്ടം നടത്തുവാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തെ നമ്മളൊന്ന് പരിശോധിക്കാൻ നമുക്ക് കാണാൻ പറ്റും എത്രമാത്രം കാര്യങ്ങളാണ് ഉള്ളതെന്ന്. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ മനുഷ്യ വർഗത്തെ മൊത്തം ദൈവം തമ്പുരാൻ സ്നേഹിക്കുന്നു, ഒരുപാട് സ്നേഹിക്കുന്നു അല്ലെ. ഈ ലോകത്തിലേക്ക് യേശു വന്നതിന്റെ ഉദ്ദേശം മനുഷ്യ വർഗത്തെ ദൈവവുമായിട്ട് റെക്കൺസൈൽ ചെയ്യിക്കുക, എന്താ പറഞ്ഞ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്നവരെ അല്ലെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക അല്ലെ, നിരപ്പിലാക്കുന്നവരെ നിരപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതിന് ഉള്ള ഉദ്ദേശം. അതിനുവേണ്ടി സ്വന്തം ജീവൻ തന്നെ, സ്വന്തം രക്തം തന്നെ ചൊരിഞ്ഞുകൊണ്ട് അതിനുള്ള പരിഹാരവും ദൈവം നമ്മളെ റെക്കൺസിൽ ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി അല്ലെ. നമുക്ക് ഈ ലോകത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ജീവിതത്തിനായിട്ട്, ഒരു ഗോഡ്ലിനെസ്സിനായിട്ട് ആവശ്യമുള്ള സകല കാര്യങ്ങൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നു. അവനെ പറ്റിയുള്ള അറിവ് കൊണ്ട് യേശുവിന്റെ വഴി കൂടെ നമ്മൾ നടക്കുമ്പോൾ, ദൈവവുമായിട്ട് നമ്മൾ നല്ല നടപ്പിലായിരിക്കുമ്പോൾ അല്ലെ, നമ്മൾക്ക് മനോഹരമായിട്ട് ഒരു ജീവിതമാണ് കിട്ടുന്നത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അത് റിലീജൻ അല്ല, റിലീജൻ ആക്കിയത് മനുഷ്യരാണ്. ദൈവം യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ദൈവം ഈ ലോകത്തിലേക്ക് വന്നത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി അല്ലെ, ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. ആ ബന്ധമാണ് പിതാവും മകളുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ പിതാവും മകനുമായിട്ടുള്ള ബന്ധം. അപ്പൊ അങ്ങനെ ബന്ധം സ്ഥാപിച്ചിട്ട് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങള് മറ്റുള്ളവരുമായിട്ട് സമാധാനത്തിലായിരിക്കും അല്ലെ, ഒരു റെക്കൺസിലിയേഷന്റെ മിനിസ്ട്രി ആയിരിക്കട്ടെ നിങ്ങൾക്കുള്ളത് അല്ലെ, ഒരു നിരപ്പിന്റെ ശുശ്രൂഷ ആയിരിക്കും നിങ്ങൾക്കുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞ ദൈവത്തിന്റെ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിത് സംസാരിക്കാനുള്ളത്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പോട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ സ്നേഹം പോലെ സ്നേഹമില്ല, അങ്ങനെപ്പോൾ ഒരാളുമില്ല, ഒരു ദൈവവുമില്ല കർത്താവേ. ഞങ്ങൾ ഒരുപാട് ദൈവങ്ങളെ പറ്റി കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ജീവിക്കുന്ന ദൈവം കർത്താവ്, മരണത്തെയും പാതാളത്തെയും അടക്കി ഭരിക്കുന്ന ഒരു ദൈവമില്ല കർത്താവ്. ലോർഡ് ഫാദർ ഗോഡ്, താങ്ക് യു ജീസസ് മെസ്സേജ്. ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വരികയും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് പിതാവിന്റെ വലഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിന് നന്ദി പറയുന്നു. അങ്ങയുടെ ഒരിക്കൽ പോലും കെട്ടുപോകാത്ത സ്നേഹത്തിനായിട്ട്, തീർന്നു പോകാത്ത സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിനെ കൊണ്ട് മുദ്രയിട്ട് നന്ദി പറയുന്നു. യേശു നാമത്തിന് പിതാവ് അങ്ങനെ സ്നേഹത്തിന് നന്ദി പറയുന്നു. യേശു നാമത്തിന് ആമേൻ. അപ്പോ മത്തായി സുവിശേഷം 5-ാമത്തെ ചാപ്റ്റർ ഒന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 5-ാമത്തെ ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും വളരെയധികം അറിയാവുന്നതാണ്. ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെ, ബിയാറ്റിറ്റ്യൂഡ്, ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയെ പറ്റി പറയുവാണ്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ദൈവം പറയുന്ന ബ്ലെസ്സിങ് വേറൊരു കാര്യം അല്ലെ. ദൈവത്തിലായിരിക്കുന്ന വ്യക്തികളാണ് ബ്ലെസ്ഡ് ആയിട്ടുള്ളത്. പാപം ദൈവം കൗണ്ട് ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ് ബ്ലെസ്ഡ് ആയിട്ടുള്ളത് അല്ലെ. ദൈവത്തിന് വേണ്ടി എന്താ പറയുക, ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് വേണ്ടി ഹംഗ്രി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെ. മീക്ക് ആയിട്ടുള്ള ആൾക്കാരാണ് ബ്ലെസ്ഡ് ആയിട്ടുള്ളത്. റൈറ്റസ്നെസ്സിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ബ്ലെസ്ഡ് ആയിട്ടുള്ളത്. അതാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹം എന്നുള്ളതെങ്കിൽ, ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാറും പണവും, നല്ല ഗൾഫിലൊക്കെ പോയി അമേരിക്കയിലൊക്കെ പോയി കുറച്ച് പണമൊക്കെ ഉണ്ടാക്കുക അല്ല, ഒരു ബംഗ്ലാവൊക്കെ കെട്ടുക, അതൊക്കെയാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ബ്ലെസ്സിങ്. അപ്പൊ അങ്ങനത്തെ ബ്ലെസ്സിങ്ങിനെ പറ്റിയല്ല ദൈവം പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്കറിയാം നമ്മുടെ ദൈവം എന്താ പറയണേ, ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ബൈബിൾ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞ നമ്മുടെ ജീവിതത്തിന്റെ ഒരു റൂട്ട് മാപ്പാണ് അല്ലെ. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുവാണെങ്കിൽ നമ്മൾ എത്തിപ്പെടുന്നത് ദൈവത്തിലായിരിക്കും. ദൈവം പറയുന്ന കാര്യത്തിൽ നമ്മൾ വ്യതിചലിക്കുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്നത് നമ്മൾക്ക് പോലും എത്തിപ്പെടാൻ ആഗ്രഹമില്ലാത്ത, ഒരിക്കലും കെട്ടുപോകാത്ത തീയുള്ള പാതാളത്തിലായിരിക്കും. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വ്യതിചലിക്കാതെ അവന്റെ വഴി കൂടെ മാത്രം നടക്കുക. അപ്പൊ അതിനുള്ള റൂട്ട് മാപ്പാണ് ബൈബിൾ എന്നുള്ളത് അല്ലെ, ദൈവത്തിന്റെ വചനം എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്കറിയാം ദൈവം പറയുക, മത്തായിന്റെ 5-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ, മത്തായി സുവിശേഷം 5-ാമത്തെ ചാപ്റ്റർ 23-24 വാക്ക് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്.
ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിർത്തുകൊള്ളുക. പിന്നെ അവൻ വന്നു നിന്റെ വഴിപാട് കഴിക്കുക. ഇവിടെ ആകയാൽ നിന്റെ വഴിപാട്, ആകയാൽ എന്ന് പറഞ്ഞ therefore എന്നൊരു വേർഡ് ദൈവം ഉപയോഗിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പോ ഇതിനു മുമ്പ് 21 വാക്കോട്ട് ഇങ്ങനെ താഴേക്ക് 21, 22 വാക്കുകൾ വായിക്കുമ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കൊല ചെയ്യരുത് എന്നുള്ളതിനെ പറ്റി ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അല്ലെ? നമ്മളാരും ചെയ്യരുതാത്ത കാര്യം. പക്ഷെ ഇവിടെ ദൈവം പറയുവാണ്, കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് നേരത്തെ പൂർവികന്മാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ സഹോദരങ്ങളോട്, അല്ലെ, നമ്മുടെ കുടുംബത്തെ സഹോദരങ്ങൾ, പിന്നെ പുറത്തുള്ളവര്, അല്ലെ, കോപിക്കരുത്. ഒരു കാര്യമില്ലാതെ കോപിക്കുക പോലും ചെയ്യരുത്. കോപിക്കുവാണ് ന്യായവിധിക്ക് യോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ കൊലപാതകം എല്ലാം വരുന്നത് എന്താ പറയാ, മനസ്സിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്, അല്ലെ? ആക്സിഡന്റലി ചെയ്തു പോകുന്ന കാര്യങ്ങളുണ്ട്. അപ്പോഴത്തെ ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തു പോകുന്ന, ഒരു അപകടത്തിലായിരിക്കുമ്പോൾ, അല്ലെ, സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തു പോകുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ മനഃപൂർവ്വമല്ലാത്ത, പ്രീ മെഡിറ്റേറ്റഡ് അല്ലാത്ത, അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളെ നശിപ്പിക്കണം എന്നിങ്ങനെ എന്താ പറയുക, കരുതിക്കൂട്ട് ചെയ്യാത്ത പോകുന്ന കൊലപാതകങ്ങളുണ്ട്. അതിനെപ്പറ്റിയല്ല യേശു പറയുന്നത്. മിക്കവാറും തന്നെ കൊലപാതകങ്ങൾ എന്ന് പറയുന്നത്, കൊലപാതകങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിചാരിക്കട്ടെ, നശിപ്പിച്ചു കളയും ഒരു വ്യക്തിനെ, അല്ലെ, ഒരു വ്യക്തിന്റെ ജീവിതം നശിപ്പിച്ചു കളയുന്നത്. അതുള്ളത് മനസ്സിൽ നിന്ന് പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ വരുന്നത്, മിക്കവാറും തന്നെ ആ കാര്യങ്ങൾ, അല്ലെ, ഒരു 80% അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ ഉറവിടമെന്ന് പറഞ്ഞ മനസ്സാണല്ലോ, അപ്പൊ ഹൃദയമല്ല. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളും വരുന്നത് ഹൃദയത്തിൽ നിന്ന്. അപ്പൊ ഹൃദയത്തെ സകല ഡിലിജൻസോടുകൂടി കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ യേശു നമ്മളോട് പറയുവാണ്, നിങ്ങള് ഒരാളോട് കോപപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഒരു കാരണവുമില്ലാതെ കോപം വന്നെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ന്യായവിധിക്ക് പാത്രമാണ്, അല്ലെ, എന്ന് പറയും. പിന്നെ താഴേക്ക് വരും പറയുന്നതാണ്, ഒരു വ്യക്തിനെ റാക്കാന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുക. റാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക, ഇഡിയറ്റ് എന്ന് വിളിക്കുന്നു, അല്ലെ. പിന്നെ ഫൂൾ എന്ന് വിളിച്ച, മൂഢ എന്ന് വിളിച്ചാല് അത് അഗ്നിക്ക് ഇരയാകുന്നതിന് യോഗ്യരാകും. അഗ്നി പറയുമ്പോ പാതാളത്തിൽ പോകും. അതുപോലെ മൂഢ എന്ന് ഒരു വ്യക്തിനെ വിളിക്കുമ്പോ, അല്ലെ, റാക്ക എന്ന് പറയുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് നിസാരനാകും, ഇഡിയറ്റ് എന്ന് പറയുന്നത്, അല്ലെ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ നേരെ നമ്മൾ നോക്കി ഇങ്ങനെ സംസാരിക്കും, നമ്മൾ വ്യക്തിയോട് പറയുമ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വാക്കുകൊണ്ട് പ്രോഫസൈ ചെയ്യൂല. നമുക്കറിയാം, നമ്മുടെ നാക്കിലാണ് നമ്മുടെ എന്താ പറയുക, വാക്കുകൊണ്ട് ഒരു വ്യക്തിക്ക് ജീവൻ കൊടുക്കാൻ, അവരുടെ ജീവിതം നശിപ്പിക്കാൻ സാധിക്കുമല്ലോ, അല്ലെ. പ്രോഫസി ചെയ്യുവാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്രമാത്രം ദേഷ്യം നമുക്ക് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അവരെ ഫൂളെന്ന് വിളിക്കുമ്പോ, അല്ലെ, നീ എന്തിന് കൊള്ളാം നിന്നെ പറ്റി എന്ന് പറയുമ്പോ, ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രോഫസി ചെയ്യുകയോ ചെയ്യുന്നത്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല നമ്മൾ പറയുകയോ ചെയ്യുന്നത്. അപ്പൊ അത് ദൈവത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം സകലവരെയും സൃഷ്ടിച്ചിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സൃഷ്ടിയെ നോക്കിയാ പറയുന്നതെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ അറിയാതെ പോലെ നമ്മള് ചിലപ്പോൾ ദേഷ്യം വരും. അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും, അവര് ചെയ്യുന്ന എന്താ പറയാ, കുസൃതി കൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും അങ്ങനെ പറയുമ്പോ, നിന്നെ കൊണ്ടൊക്കെ എന്തിനാ, നീക്ക് ഇങ്ങനെ എന്റെ വയറ്റിൽ വന്ന് ജനിച്ചു പോലെ, ഈ കുടുംബത്തിൽ നീയൊക്കെ ജനിച്ചു പോയല്ലോ, എന്റെ തലയെടുക്കാൻ വേണ്ടി ജനിച്ച ആൾക്കാരെന്ന്, അങ്ങനെയൊക്കെ നമ്മള് ദേഷ്യം കൊണ്ട് പറഞ്ഞു പോകുമ്പോ പോലും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രൊഫസ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രൊഫസി ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയെ നമ്മൾ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ദൈവത്തിന് ഒരു കാലം വെച്ചാലും ദൈവത്തിന് സഹിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു വ്യക്തിയോട് മൂടാന്ന് വിളിക്കുമ്പോൾ നീ അഗ്നി നരകത്തിന് യോഗ്യനാണ് എന്ന് പറഞ്ഞു. ദൈവത്തിന് അത്രയും സഹിക്കാൻ വയ്യാത്ത കാര്യമാണ്. അപ്പൊ അതെല്ലാം പറഞ്ഞതിന് ശേഷം ദൈവം ഇങ്ങനെ പറയുക, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചു ഒന്നാമത് ചെന്ന് ഈ സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. അപ്പൊ യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വന്നാൽ, അപ്പൊ ഈ ഓർമ്മ വരുന്ന വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്റെ സഹോദരൻ അല്ലെങ്കിൽ എന്റെ നെയ്ബറിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും ആകട്ടെ, അല്ലെ, അവര് ചർച്ചിലുള്ളവർക്കോ അല്ലെങ്കിൽ കൊളീഗ്സിനോ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തില്
അപ്പൊ ദൈവം പറയുവാ, അവർക്കും നിന്നോട് എന്തെങ്കിലും ഉണ്ട് എന്ന് നിനക്ക് ഓർമ്മ വന്നാൽ, ഓർമ്മ വരുന്ന നല്ല കാര്യങ്ങളൊന്നും ഓർമ്മ മനുഷ്യന്റെ സ്വഭാവത്തിൽ അത് നടക്കുന്ന കാര്യമില്ല. കാരണം മനുഷ്യന്റെ ഹൃദയവും ചിന്താഗതികളും എല്ലാം എപ്പോഴും എന്താ പറയാ, ഈവിളിലേക്ക് ഇൻക്ലൈൻഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാല് മോശപ്പെട്ട കാര്യത്തിലേക്ക് മറ്റുള്ളവർ കുറ്റം പറയുന്നതിനായിരിക്കും നമുക്കൊരു ഒരു എന്താ പറയാ നാച്ചുറലി വരുന്നത്, അല്ലെ? നാച്ചുറലി നമുക്ക് ചെയ്യാൻ പ്രാപ്തിയുള്ള കാര്യം വെച്ചാൽ മറ്റുള്ളവർ കുറ്റം പറയുക, മറ്റുള്ളവർക്ക് എന്താ പറയുക അവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ അവൻ അങ്ങനെയുള്ള ഇവനിങ്ങനെ മറ്റുള്ള കുറ്റം കണ്ടെത്തുക, അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ എന്താ പറയാ തിരക്കുക. അതൊക്കെയാണ് നമ്മളെ നാച്ചുറലി ഉള്ള നമ്മളുടെ ഒരു സ്വഭാവം. അങ്ങനെ മനുഷ്യവർഗം അങ്ങനെയാണ്. അങ്ങനെ എന്താ ഈവിളിലേക്കായിരിക്കും നമ്മളിങ്ങനെ ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, നല്ല കാര്യങ്ങൾ ചിന്തിക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ ഒരു കൈയുണ്ട്, അല്ലെ? ദൈവം ഹെൽപ്പ് ചെയ്തിട്ട്, ഹോളി സ്പിരിറ്റ് ഗോഡ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവിടെ നിനക്ക് ഓർമ്മ വന്നാൽ, നിന്റെ സഹോദരന് അല്ലെ നിന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് ഓർമ്മ വന്നാൽ, അങ്ങനെ ഓർമ്മ വരുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ കൊണ്ട് ഓർമ്മിപ്പിക്കുന്നതാണ്, അല്ലെ? എന്തെങ്കിലും പ്രശ്നമുണ്ട് നീ അവനോട് പോയി മാപ്പ് പറയണം എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡ് അല്ല. വേറെ നമ്മളാരെങ്കിലും വിചാരിക്കാൻ പോകുന്നുണ്ടോ? ആരോടെങ്കിലും മാപ്പ് പറയണം നമുക്ക് തോന്നുവോ? അങ്ങനെയല്ല, നമുക്ക് നാച്ചുറലി തോന്നത്തില്ല. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മളുടെ യാഗപീഠത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഗിഫ്റ്റാണ് വെച്ചിട്ട് ചെന്ന് സഹോദരനുമായിട്ട് നിരപ്പിലായിട്ട് തിരിച്ചു വന്നിട്ട് യാഗം കഴിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം യേശുക്രിസ്തു മനുഷ്യന്റെ രൂപത്തിൽ ലോകത്തുണ്ടായിരുന്നപ്പോൾ യേശു ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ യേശുവിന്റെ മരണത്തിന് ശേഷം യേശുവിന്റെ രക്തം കൊണ്ടാണ് നമ്മൾക്ക് ഒരു പുതിയ കവനന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, ന്യൂ കവനന്റ് അല്ലെ വന്നിരിക്കുന്നത്. അപ്പൊ അതുവരെ യേശുക്രിസ്തുവും ന്യായപ്രമാണത്തിന്റെ ചട്ടക്കൂടിലാണ് നിന്നിരുന്നെന്ന് ഓർത്തോണം, അല്ലെ? ഇപ്പോഴല്ല, മനുഷ്യനായിട്ട് ലോകത്തുണ്ടായിരുന്ന സമയത്ത്. അപ്പൊ ദൈവം ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ദൈവത്തിന്റെ എന്താ പറയുക ചട്ടക്കൂട്ടിൽ നിൽക്കുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം മനുഷ്യരായിട്ട് ഈ ലോകത്തുണ്ടായിരുന്നപ്പോ ആ പിതാവ് കൊടുത്തിരുന്ന ആ ന്യായപ്രമാണത്തിന്റെ അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് യേശുക്രിസ്തുവും ഓപ്പറേറ്റ് ചെയ്തിരുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ദൈവമാണ് യേശുക്രിസ്തു. എന്നിട്ടും കൂടെ തന്റെ പിതാവിന്റെ വചനം, തന്റെ പിതാവ് കൊടുത്തിരുന്ന ന്യായപ്രമാണത്തെ ലംഘിക്കാൻ യേശുക്രിസ്തു ഒരിക്കൽ പോലും താല്പര്യപ്പെട്ടില്ല, ഒരിക്കൽ പോലും ചെയ്തില്ല. നമുക്കറിയാം എന്താ പറയുക, ജോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ അടുത്തേക്ക് സ്നാനപ്പെടാൻ വേണ്ടി വന്നപ്പോ ജോൺ ചോദിക്കുക, യോ താങ്കൾ എന്തിനാണ് സ്നാനപ്പെടുന്നത്? ഞാനല്ലേ താങ്കളുടെ കൈ കൊണ്ട് സ്നാനപ്പെടേണ്ടിയിരിക്കുന്നത്, അല്ലെ? കാരണം യേശുവിന് പാപമില്ല. എന്താ പറയാ, റിപ്പൻഡൻസിനുള്ള ബാപ്റ്റിസം, റിപ്പൻഡൻസ് എന്ന് പറഞ്ഞാൽ റിപ്പൻഡൻസിന് വേണ്ടിയുള്ള ബാപ്റ്റിസാണ് യോഹന്നാൻ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പൊ യേശുവിന് പാപമില്ല, എന്നിട്ടും കൂടെ യേശു എന്താ പറയണേ സ്നാനപ്പെടാൻ താല്പര്യപ്പെടും. അപ്പൊ എന്തുകൊണ്ടാന്ന് പറഞ്ഞ യേശു തന്നെ പറയുക, എല്ലാ റൈച്ചസ്നെസ്സും അത് നടപ്പിലാക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കൊടുത്തിരുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിന്റെ റൈച്ചസ്നെസ്. ദൈവം കൊടുത്തിരിക്കുന്നതാണ് സ്നാനപ്പെടുക. യോഹന്നാനെ ലോകത്തിലേക്ക് വിട്ടത് യേശുവിന്റെ വഴി ഒരുക്കാനാകുമ്പോ അത് സ്നാനം എന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ളതാണ്. അപ്പൊ ദൈവം പിതാവ് കൊടുത്തിരിക്കുന്ന കൽപ്പനയാണത്. അപ്പൊ ആ കൽപ്പന പാലിക്കുകയാണ് യേശുക്രിസ്തു ചെയ്തിരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ അതിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അതിന്റെ 4 കെട്ടിൽ അല്ലെ അത് ലിമിറ്റിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു വർക്ക് ചെയ്തിരിക്കുക. അപ്പൊ ഇവിടെ യേശുക്രിസ്തു പറയും യാഗപീഠത്തിന്റെ കാര്യം പറയുവാണ്. അപ്പൊ അതായത് അവരെ ജെറുസലേം ടെമ്പിളിൽ വഴിപാട് കൊടുക്കുന്നതിന് വേണ്ടി പോകുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഓൾട്ടറില് യാഗപീഠത്തില് തീ ഒരിക്കൽ പോലും കെട്ടുപോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളുടെ കാര്യം എടുക്കുവാണെങ്കിൽ ആ യാഗപീഠം എന്താണ്? അല്ലെ, നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ എന്താ പറയുക, ഹൃദയത്തിലെ തീ ഒരിക്കൽ പോലും കെട്ടുപോകരുത്, അല്ലെ? ലേവ്യക്കെതിലെ ലേവ്യ ബുക്കില് 6ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ ദൈവം പറഞ്ഞിരിക്കുന്നത് യാഗപീഠത്തിൽ തീ ഒരിക്കലും കെട്ടുപോകരുത്. ഇപ്പൊ യാഗപീഠം നമ്മുടെ ഹൃദയമാണെങ്കിൽ, അല്ലെ, നമ്മുടെ ദൈവം വസിക്കുന്നത്, യാഗപീഠത്തിന്റെ കാര്യം പറയുന്നത് ടെമ്പിളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെ, അന്നത്തെ ജെറുസലേം ടെമ്പിളുമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇന്ന് ദൈവം വസിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. ഹോളി സ്പിരിറ്റ് ഗോഡ് വസിക്കുന്നത് നമ്മുടെ ഉള്ളിലാണെങ്കിൽ നമ്മളാണ് ഇപ്പോഴത്തെ ടെമ്പിൾ, അല്ലെ, നമ്മുടെ ജീവിതം. നമ്മളാണ് ദൈവത്തിന്റെ ആലയം. അപ്പൊ ആലയത്തിൽ നമ്മുടെ ഹൃദയം എന്ന് പറയുമ്പോൾ അതാണ് യാഗപീഠം, അല്ലെ? ആ യാഗപീഠത്തിലെ തീ ഒരിക്കലും കെട്ടുപോകരുത്. നമ്മുടെ ഹൃദയത്തെ തീ ഒരിക്കലും പോലും കെട്ടുപോകാതെ എങ്ങനെ നിർത്താൻ പറ്റും? പ്രാർത്ഥനയാണ് ഫ്യൂവല് കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ യാഗപീഠത്തിലേക്ക് എന്താ തീ കത്തിക്കുന്നത്, വിറകിട്ട് കൊടുക്കുന്ന പോലെ തീ കത്തിക്കുന്ന പോലെ അതിന്റെ ഫ്യൂവലാണ് നമ്മള് ദൈവത്തോട് എപ്പോഴും അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന. അതാണ് ഒരിക്കൽ പോലും നിർത്താതെ പ്രാർത്ഥിക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം, അല്ലെ?
അപ്പൊ നിർത്താതെ ഒരു വ്യക്തിക്ക് നമ്മൾക്ക് ഇങ്ങനെ മലയാളത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ എങ്ങനെ നമുക്ക് സാധിക്കും? ദൈവം പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുക. അന്യഭാഷയിൽ നമ്മൾ ഒരു പ്രാവശ്യം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം സംസാരിക്കണോ അത്രമാത്രം നമുക്ക് പ്രാർത്ഥിക്കണം, അത്രമാത്രം നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും അല്ലെ? മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിഞ്ഞ പ്രാർത്ഥന നിന്ന് പോകും. കാരണം നമുക്ക് കാര്യങ്ങളില്ല പ്രാർത്ഥിക്കാൻ. പക്ഷെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് നമ്മുടെ സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ സ്പിരിറ്റിനെ എന്താ പറയാ പെടുത്തും അല്ലെ? പ്രാർത്ഥിക്കാൻ വേണ്ടി സബ്ജക്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെ? നമുക്ക് മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ എവിടെ സബ്ജക്ട് ഇരിക്കുന്നു? കുഞ്ഞുങ്ങളുടെ കാര്യം പ്രാർത്ഥിക്കാൻ പറ്റും, കുടുംബത്തിന്റെ കാര്യം പ്രാർത്ഥിക്കാൻ പറ്റും, ഫൈനാൻഷ്യന്റെ കാര്യം, ജോബിന്റെ കാര്യം, രാജ്യത്തിന്റെ കാര്യം. അത് കഴിഞ്ഞ പിന്നെ സബ്ജക്ട് ഇല്ല നമുക്ക് മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ അല്ലെ? അല്ലെ ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ. അന്യഭാഷയിലാകുമ്പോൾ ഇഷ്ടംപോലെ സബ്ജക്ട് ദൈവമായിട്ട് കൊടുത്ത് നമുക്ക് നമ്മള് പ്രാർത്ഥിക്കാൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ പറയാ യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നു. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ ഓർമ്മിപ്പിക്കണം, നമ്മുടെ സഹോദരന് വല്ലതും നമ്മളോട് നേരെ ഉണ്ട്. അപ്പൊ സഹോദരന് നമ്മളോട് വല്ലതും ഉണ്ട് എന്ന് പറയുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യം അല്ലെ? ഒന്നെങ്കിൽ നമ്മള് സഹോദരന്റെ എതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തതായിരിക്കാം. അതിന് ചാൻസ് ഉണ്ടല്ലോ. നമ്മൾ നല്ല വ്യക്തികളാണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ മോശമായിട്ട് നമ്മളും ചെയ്യാറുണ്ടാവുമല്ലോ അല്ലെ? അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്താണെങ്കിൽ, ഇനി അതല്ല അവരെ നമ്മളോട് എന്തെങ്കിലും ചെയ്താണെങ്കിൽ പോലും, അല്ലെങ്കിൽ അവർക്ക് എന്തായാലും നമ്മളോട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അല്ലെ, എന്തായാലും എന്താ പറയാ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ പോലും, എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് പറഞ്ഞ തെറ്റാണെങ്കിലും അവര് നമ്മളോട് ചെയ്ത തെറ്റാണെങ്കിലും, ഇനി എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പുറത്തുള്ള തെറ്റാണെങ്കിലും, എന്താ തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാലും ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളത് ഓർമ്മിപ്പിക്കുമ്പോ അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡ് ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, നല്ല കാര്യങ്ങൾക്ക് ഓർമ്മ വരുന്ന ഹോളി സ്പിരിറ്റ് ഗോഡിന് തന്നെയായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ ഓർക്കുമ്പോ അവരോട് പോയി നിരപ്പ് പ്രാപിക്കുക എന്നാണ് പറഞ്ഞിരിക്കുക. എന്നിട്ട് വന്ന് യാഗം കഴിക്കുക എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ദൈവം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് നിരപ്പ് പ്രാപിക്കുന്നവർ ആയിരിക്കും. നമ്മള് റെക്കൺസിലിയേഷൻ അതിന് മുൻപോട്ട് ഇറങ്ങുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ ഇതേ ചാപ്റ്റർ തന്നെ നമുക്കറിയാം, മാത്യു എഴുതിയ ഗോസ്പൽ 5-ാമത്തെ ചാപ്റ്റർ 9-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുക, സമാധാനം ഉണ്ടാക്കുന്ന ഭാഗ്യവാൻ അവൻ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും അല്ലെ? സമാധാന പ്രിയരായിരിക്കുന്ന, സമാധാനം സൃഷ്ടിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ ദൈവത്തിന്റെ മക്കളായിരിക്കും അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡിൽ വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവരായിരിക്കും, സമാധാനം സൃഷ്ടിക്കുന്നവരായിരിക്കും. അപ്പൊ എബ്രായർക്ക് ലേഖനത്തിൽ 12-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ദൈവം പറഞ്ഞിരിക്കുന്നത്, സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക അല്ലെ? മറ്റുള്ളവരോട് സമാധാനം, എപ്പോഴും സമാധാനത്തിലായിരിക്കും നിങ്ങൾ പെർസ്യൂ ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ സമാധാനം, ഇന്ന് സമാധാനം നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വഴക്കും ബഹളവും ഒന്നും ഉണ്ടാക്കാതിരിക്കുന്നതോടെ നാളെ അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ സമാധാനം സൃഷ്ടിക്കുന്ന വ്യക്തികളായിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ദൈവം ഈ ലോകത്തിലേക്ക് വന്ന സമാധാനത്തിന് വേണ്ടിയാണ് അല്ലെ വന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, മറ്റുള്ളവർ ഒരു കാര്യം പറഞ്ഞിട്ട് സമാധാനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴും റെക്കൺസിലിയേഷൻ, നിരപ്പാക്കുക എന്നൊക്കെ പറയുമ്പോൾ റെക്കൺസിലിയേഷൻ അതിനുള്ള നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് അവിടെ ആവശ്യമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിലിറ്റി അല്ലെ? നമ്മുടെ ഹൃദയത്തിന്റെ ഒരു താഴ്മ എന്നൊരവസ്ഥ അല്ലെ? അപ്പൊ സമാധാനം ഒരു കുടുംബത്തിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. നമ്മുടെ വീട്ടിന്റെ കാര്യം എന്ന് നോക്കി, നമ്മുടെ ഫാമിലിയിൽ അത് എല്ലാവരെയും സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല അല്ലെ? പല തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ളതെന്ന് വിചാരിച്ചു നോക്കിയേ. ഒരു ചെറിയ കുടുംബമാണെങ്കിൽ ഭാര്യയും ഭർത്താവും എന്താ പറയാ മാതാപിതാക്കളും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബമാണെങ്കിൽ പോലും അവർക്കെല്ലാവർക്കും ഓരോ വിചാരമാണ്, അവരുടെ എല്ലാം ഓരോ സ്വഭാവമാണ്, ഓരോ രീതിയിലുള്ള വഴക്കുകൾ, ഓരോ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തികളാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരുപാട് താഴേണ്ടതുണ്ട് അല്ലെ? നമ്മൾ ഒരുപാട് താഴേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, നമുക്ക് എല്ലാവർക്കും അഭിപ്രായമുള്ള വ്യക്തിയാണല്ലോ, അതെല്ലാം നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും, അത് ഉറപ്പാണ് അല്ലെ? അപ്പൊ അവിടെ താഴ്മയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ നേരത്തെ നമ്മുടെ സഹോദരൻ നമ്മളോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പം, നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്തതാണെങ്കിൽ ഒക്കെ നമുക്ക് അങ്ങോട്ട് ചെന്ന് നമുക്ക് ക്ഷമ ചോദിക്കാം.
അതിനും ഒരു താഴ്മയൊക്കെ ഉള്ള ഹൃദയമുള്ളവരായിരിക്കണം. പക്ഷേ അവര് നമ്മളോട് എന്തേലും ഒന്ന് നമ്മളോട് ചെയ്തിട്ടാണ് നമ്മളെ ദ്രോഹിച്ചതാണെങ്കിലോ, അപ്പൊ അങ്ങനെയുള്ളവരോട് ചെന്ന് എന്താ പറയാ അങ്ങോട്ട് ക്ഷമ ചോദിക്കുമ്പോ, ഇപ്പൊ ഞാൻ എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങനെ എന്നോട് പെരുമാറിയെന്നൊക്കെ പറയുമ്പോ അതിന് നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് താഴ്മേന്റെ ആവശ്യമുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ താഴ്മയുള്ള ഹൃദയമുള്ളവരായിരിക്കുക എന്നാണ് ദൈവം നമ്മളോട് പലപ്പോഴും നമ്മൾ പലപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. താഴ്മയുള്ള ഹൃദയം ഉള്ളവരായിരിക്കും. അതാണ് ദൈവത്തിന്റെ വഴി. അതാണ് ദൈവം നമ്മളോട് ഇങ്ങനെ പറയുമ്പോ, നിങ്ങള് മറ്റുള്ളവരെ ഒന്ന് നിരപ്പാകുമെന്ന് പറയുമ്പോ, ദൈവം ചെയ്യാത്ത കാര്യത്തെ പറ്റിയല്ല ദൈവം നമ്മളോട് പറയുന്നത്. ദൈവം ചെയ്തത് കാര്യത്തെ പറ്റിയാണ് നമ്മളോട് പറയുന്നത്. യേശുക്രിസ്തു ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം യേശുവിനെ പറ്റിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, കൊരിന്ത്യരിലേക്ക് വരുമ്പോൾ, 2 കൊരിന്ത്യരിലേക്ക് വരുമ്പോൾ 5 ചാപ്റ്റർ 17 തൊട്ട് 19 വാക്കുകൾ ഒരു വ്യക്തി ഒരു കാലത്തും മറന്നു പോകരുതാത്ത ഒരു വാക്ക്, രണ്ട് 3 വാക്കുകളാണ്. ഇതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യരിലെ 5 ചാപ്റ്ററിന്റെ 17 തൊട്ട് 19 വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞത് പോയി, ഇതാ അത് പുതുതായി തീർത്തിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുത്തൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ നമ്മളുടെ പഴയ സ്വഭാവങ്ങളെല്ലാം പോവുകയും ചെയ്യുന്നു. നമ്മുടെ പഴയ എന്താ പറയാ ജഡത്തിന്റെ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുക, അത് പോകണം. യേശുക്രിസ്തു വന്നു കഴിയുമ്പോഴേക്കും പഴയതെല്ലാം പോയി. ബാപ്റ്റിസം എടുക്കുന്ന അവന്റെ മരണത്തിലേക്ക് എടുക്കുന്നത്. നമ്മള് തിരിച്ചു ബാപ്റ്റിസം വാട്ടറിൽ നിന്ന് കയറി വരുമ്പോ, സ്നാനം വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോ ദൈവത്തിന്റെ യേശുവിന്റെ ഇമേജിലേക്കാണ് നമ്മൾ വരുന്നത്. അത് നമ്മൾ അറിയുക. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ പാപം ചെയ്യുന്നത് നമ്മൾ പലപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചു നോക്കിയിട്ടുണ്ടായിരിക്കും. നമ്മള് ബാപ്റ്റിസം ഒക്കെ എടുക്കുമ്പോൾ പുതിയ ജീവിതത്തിലേക്ക് വന്ന് യേശുവിലേക്കാണ് വന്ന് യേശുവിന്റെ സ്വഭാവം എന്നൊക്കെ പറയും. പക്ഷെ മിക്കവാറും തന്നെ ആൾക്കാരുടെ ഇപ്പൊ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. മിക്കവാറും എല്ലാവരും തന്നെ അങ്ങനെ തന്നെയാണ്. ഒരുപാട് പാപങ്ങൾ നമ്മൾ പിന്നെയും പിന്നെ ചെയ്തു പോകുന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക, മനുഷ്യൻ എന്ന് പറയുന്ന 3 പാർട്ടാണല്ലോ. ഒന്ന് നമ്മുടെ ആത്മാവ്, പ്രാണൻ, പിന്നെ നമ്മുടെ ശരീരം അല്ലെ? അപ്പൊ ആത്മാവ് എന്നുള്ളത് എന്താ പറയുക, നമ്മുടെ മരിച്ച ആത്മാവായിരുന്നു, പാപം കൊണ്ട് മരിച്ച ആത്മാവായിരുന്നു. അത് ദൈവം പുതിയതായിട്ട് സൃഷ്ടിച്ചു. പുതിയ സൃഷ്ടിയായി എന്ന് പറഞ്ഞ ആത്മാവിനെയാണ് പുതിയ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെ? ഇനി നമ്മുടെ പ്രാണൻ, അതായത് നമ്മുടെ സോള്, ആ സോള് ഓരോ ദിവസം കഴിയുന്തോറും അത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാ പറയുന്നത്, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ റിന്യൂ ചെയ്യുക എന്ന് ദൈവം പറയുന്നതിന്റെ കാര്യം ഇതാ. ദൈവത്തിന്റെ വചനം കൊണ്ട് നമ്മൾ ഓരോ ദിവസവും വായിച്ചു ദൈവത്തിന്റെ കൂടെ നടന്നത് നമ്മുടെ മനസ്സിനെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ ദൈവം ഇരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഓരോ ദിവസം അവനിലേക്ക് നോക്കണം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പ്രാണൻ, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം എല്ലാം ഇങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? അപ്പൊ നമ്മുടെ ആത്മാവ് ഓൾറെഡി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ആത്മാവ് ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. നമ്മുടെ പ്രാണൻ ഓരോ ദിവസവും യേശുവിന്റെ ഒപ്പമായിരിക്കുമ്പോ അതിങ്ങനെ പുതുതായി വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ശരീരം, അത് എന്താ പറയാ, അതിന്റെ ട്രാൻസ്ഫോർമേഷൻ വരും. അത് നമ്മൾക്ക് നമ്മുടെ പഴയ ശരീരം പോയിട്ട് അല്ലെ, അതൊരു ഗ്ലോറിഫൈഡ് ബോഡി ആയിട്ട് വരുന്ന ഒരു പുതിയ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ബോഡി ആയിട്ട് വരുന്ന ദിവസം വരുന്നു. അത് യേശുക്രിസ്തു നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ദിവസം. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രാണൻ ഇപ്പോഴും ആ പ്രോസസ്സിലാണ്, സാൽവേഷന്റെ പ്രോസസ്സിലാണ് നമ്മുടെ പ്രാണൻ. അതുകൊണ്ടാണ് പിന്നെയും അപ്പൊ അവിടെ ആകുമ്പോ ഓരോ ദിവസം തോറും നമ്മളിങ്ങനെ യേശുവിനൊപ്പമായി തീർന്നുകൊണ്ടിരിക്കും. നമ്മുടെ പ്രാണൻ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പിന്നെയും ഈ ലോകവുമായിട്ട് കുറച്ചൊക്കെ അറ്റാച്ച്ഡ് ആയിരിക്കുന്നതുകൊണ്ടാണ്, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാത്തതുകൊണ്ടാണ് പിന്നെയും പാപം വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് യേശു പറഞ്ഞിരിക്കുന്നത്, നിന്റെ ജഡത്തിന്റെ സ്വഭാവത്തെ നീ എല്ലാ ദിവസവും ക്രൂസിഫൈ ചെയ്തുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ജഡത്തിന്റെ സ്വഭാവം ദൈവവുമായിട്ട് ശത്രുതയിലാണ് അല്ലെ? ജഡത്തിന്റെ സ്വഭാവം ഹോളി സ്പിരിറ്റ് ഗോഡുമായിട്ട് ശത്രുതയിലാണ്. അത് നമുക്കറിയാം. ഗലാത്യർക്ക് ഇത് ലേഖനത്തൊക്കെ നമ്മൾ വായിക്കുന്ന കാര്യം. അപ്പൊ അത് ഈ ശത്രുവിനെ കൊന്നുകൊണ്ടേയിരിക്കണം അല്ലെ? നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം നമ്മുടെ ശത്രുവാണെങ്കിൽ അതിനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രം നമ്മൾ നേരെ ആകത്തുള്ളൂ. അപ്പൊ പഴയ കാര്യങ്ങള്, പഴയ വ്യക്തി പോയി പുതിയ ആത്മാവില് അല്ലെ നമ്മുടെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയിരിക്കുന്നത്. ആ പുതിയ സൃഷ്ടിക്ക് ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവം നമ്മളെ എന്താ പറയാ സൃഷ്ടിച്ച സമയത്ത്, ആദ്യത്തെ ഈവനെ സൃഷ്ടിച്ച സമയത്ത് ദൈവത്തിന്റെ സ്വരൂപത്തില് ആണ് നമ്മളെ സൃഷ്ടിച്ചത് അല്ലെ? പക്ഷെ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എങ്ങനെ വെച്ചാൽ പാപം കാരണം. പക്ഷെ അപ്പൊ പുതിയ സൃഷ്ടിയെ നമ്മൾ തീർന്നു യേശുക്രിസ്തുവിലായപ്പോഴേക്കും അത്
ഇതൊരു പുതിയ സൃഷ്ടിയാണ്. അപ്പൊ ആ പഴയ നമുക്ക് എന്താണ് ഗാർഡൻ ഓഫ് ഈഡനിൽ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു, അപ്പൊ അതിനെ നമുക്ക് തിരിച്ചു തന്നിരിക്കും. അതനുസരിച്ച് അല്ലെ പുതിയ സൃഷ്ടിയായതുപോലെ നമ്മൾ ജീവിക്കും അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട്, അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിലായിരിക്കും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. അപ്പൊ കാരണം നമുക്ക് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ഒരു ശക്തി നമ്മൾക്ക് തന്നിരിക്കും. ദൈവം നമ്മുടെ ശക്തിയാണല്ലോ അല്ലെ. ഐസയ്യാന്റെ 12 പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മുടെ ഷീൽഡാണ്, നമ്മുടെ സോങ് ആണ്, നമ്മുടെ പാട്ടാണ്, നമ്മുടെ ശക്തിയാണ്. അപ്പൊ ദൈവം നമ്മുടെ ശക്തിയായിട്ട് കൂടെ ഉള്ളപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു ജീവൻ നയിക്കണമെന്നാണ് ദൈവോട് പറഞ്ഞിരിക്കുന്നത്. 18ാമത്തെ വാക്ക് 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ 5ാമത്തെ ചാപ്റ്റർ 18, 19 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അല്ലെ. നമുക്കൊരു എന്താ പറയുക, 17ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ ഇത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ദൈവം പറയുവാണ്, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ നമ്മൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം നമ്മളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നു കൊള്ളുവൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദൈവവുമായിട്ട് റെക്കൺസൈൽ ചെയ്തിരിക്കുന്നു. യേശുവിന്റെ മരണം കാണും, യേശുവിന്റെ രക്തം കാണും, നമ്മൾ ഇന്ന് ദൈവവുമായിട്ട് നിരപ്പിലാണ്, റെക്കൺസൈൽ ചെയ്തിരിക്കുകയാണ്. അതെ, ഒരു പുതിയ സൃഷ്ടിയൊക്കെ നമ്മൾ മാറ്റിയിരിക്കുന്നു. അതിനുശേഷം ഈ റെക്കൺസിലിയേഷന്റെ, ഈ നിരപ്പിന്റെ ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതം അല്ലെ, എന്താ പറയുക, നമ്മളായിരിക്കട്ടെ ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുന്ന വ്യക്തികളായിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ദൈവം പറഞ്ഞിരിക്കുന്നത് ഗോസ്പിൾ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗോസ്പിൾ എന്നുള്ളത് ദൈവവുമായിട്ട് നമ്മൾ നിരപ്പാക്കുന്നുള്ള മെസ്സേജാണ് അല്ലെ. അപ്പൊ അത് നമ്മള് എന്താ പറയണേ, നമ്മള് പറയണം, മറ്റുള്ളവരോട് പോയി നമ്മൾ സംസാരിക്കാൻ നിരപ്പിന്റെ മെസ്സേജാണ്, നമ്മളത് പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പൊ വേറൊരു കാര്യം ഒന്ന് വിചാരിച്ചു നോക്കി, നമ്മൾക്കിപ്പോ ആർക്കെങ്കിലും നമ്മളോട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് അവരോട് ചെന്ന് അങ്ങോട്ട് ക്ഷമ ചോദിക്കുന്ന സമയത്ത് അല്ലെ, നമ്മളങ്ങനെ ചെയ്യുമ്പോ എന്താ പറയുക, അവരുടെ ഹൃദയത്തിൽ എന്തായിരിക്കുള്ളൂ, പ്രത്യേകിച്ച് അവരാണ് നമ്മളോട് കുറ്റം ചെയ്തതെങ്കിൽ അല്ലെ, അത് അവരെ അത് എങ്ങനെ അത് ബാധിക്കും എന്നൊന്ന് വിചാരിച്ചു നോക്കിയേ. ചിലരെങ്കിലും വിചാരിക്കും, ഓ ഞാൻ എന്താ പറയണേ, വളരെ നല്ല കാര്യം ചെയ്തതാണ്, ഇവരെന്നോട് വന്ന് ക്ഷമ ചോദിക്കുന്നത്, ഇവനാണ് തെറ്റ് ചെയ്ത്, അങ്ങനെയൊക്കെ അഹങ്കാരത്തോടെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡ് വർക്ക് ചെയ്യുന്ന വിധങ്ങൾ നമുക്കറിയത്തില്ല. റോമക്കാരുടെ ലേഖനത്തിന്റെ 12ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ ഈ 20ാമത്തെ വാക്കിൽ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്നാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക, അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുനിക്കും എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ശത്രുതയുള്ളവര് അല്ലെ, നമ്മളോട് ശത്രുതയുള്ളവരോട് മാന്യമായിട്ട് പെരുമാറും. യേശുക്രിസ്തു നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 5ാമത്തെ ചാപ്റ്റർ, മത്തായിന്റെ 5ാമത്തെ ചാപ്റ്റർ തന്നെ 43-48 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, നമ്മുടെ ശത്രുക്കളെ വെറുക്കുക എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുക അല്ലെ, എന്താ പറഞ്ഞ, പിന്നെ നമ്മളെ ശപിക്കുന്നവനെ ബ്ലസ് ചെയ്യുക, നമ്മൾ അനുഗ്രഹിക്കുക അല്ലെ, നമ്മളെ ഹെയ്റ്റ് ചെയ്യുന്നവർക്ക്, നമ്മൾ വെറുക്കുന്നവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുക അല്ലെ, നമ്മളെ സ്പൈറ്റ്ഫുള്ളി യൂസ് ചെയ്യുന്നവർക്ക്, നമ്മളെ പെർസിക്യൂട്ട് ചെയ്യുന്നവർ, നമ്മളെ പീഡിപ്പിക്കുന്ന വ്യക്തികളോട് പോലും എന്താ പറയുക, നമ്മള് മാന്യമായിട്ട് പെരുമാറിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെ. നമ്മുടെ ദൈവത്തിന്റെ മക്കളായിരിക്കുക, നമ്മുടെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പന്നനായിരിക്കുന്നപ്പോൾ നമ്മളും അങ്ങനെയായിരിക്കുക. ഒന്ന് വിചാരിച്ചു നോക്കിയേ, ദൈവത്തോട് പാപം ചെയ്ത് നമ്മളാണ്, നമ്മളോട് ദൈവം പാപം ചെയ്തിട്ടില്ല, എന്നിട്ടും കൂടെ ഇന്നും പാപം ചെയ്ത് ഈ മനുഷ്യർക്കും കൂടെ തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും അല്ലെ, മഴ കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും വസ്ത്രം കൊടുക്കുകയും ചെയ്യുന്നവനാണ് യേശുക്രിസ്തു അല്ലെ. യേശുവിന്റെ രക്തത്തെ താഴെ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കുന്ന വ്യക്തികളോട് പോലും അല്ലെ, യേശു ദൈവമല്ലെന്ന് പറയുന്ന വ്യക്തികളോട്, അങ്ങനെ വിചാരിക്കുകയോ അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും സകലവിധത്തിലും നന്മയും ചെയ്തു കൊടുക്കുന്ന ദൈവം തന്നെയാണ്. ഈ ലോകത്തിന്റെ നാഥനുള്ള പിശാചിന് ആർക്കെങ്കിലും നന്മ ചെയ്യാനുള്ള കഴിവുണ്ടോ അല്ലെ? പക്ഷെ ദൈവത്തിന്, യേശുക്രിസ്തുവിന് മാത്രം നന്മ ചെയ്യാൻ കഴിവുള്ളൂ. അപ്പൊ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്റെ എന്താ പറയുക, കിങ്ഡത്തിന്റെ അംബാസഡേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒരു ജീവിതം നയിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിരപ്പിന്റെ ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുന്നു അല്ലെ. അപ്പൊ നമ്മളോട് ദ്രോഹം ചെയ്ത വ്യക്തികളോട് പോലും നമ്മൾ ക്ഷമിക്കുകയും അവരോട് നിരപ്പിലാകുകയും ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ ഹൃദയത്തിലോട് അല്ലെ, അവർക്ക് നമ്മൾ അവരോട്
പറയുന്നു, ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തിന്റെ കുഞ്ഞാകുന്നു, അല്ലെ, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ക്ഷമിക്കാനും നിങ്ങളോട് ക്ഷമ ചോദിക്കാനും നിങ്ങളുമായിട്ട് നിരപ്പിലാകാനും എനിക്ക് സാധിച്ചത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മള് അവിടെ ഗോസ്പിൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ. നമ്മൾ ചെന്ന് അങ്ങോട്ട് ക്ഷമ ചോദിക്കുമ്പോ കുറച്ചെങ്കിലും ആൾക്കാരുടെ ഹൃദയത്തില് ഇങ്ങനെ തോന്നുമായിരിക്കുമല്ലോ, ഞാനാണല്ലോ ഇവരെ ദ്രോഹിച്ചത്, എന്നിട്ടും കൂടെ എന്നോട് വന്ന് ക്ഷമ ചോദിക്കുന്നുണ്ടല്ലോ, അല്ലെ. അപ്പൊ എന്താണ് അവിടെ ഡിഫറൻസ് എന്ന് അവർക്കൊരു എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെ. മറ്റുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ചെയ്യാൻ, അവർക്ക് ക്ഷമ ചോദിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്? അപ്പൊ അവർക്ക് അതപ്പോ നമുക്ക് ചാൻസ് ആണ് പറയാനല്ലേ, യേശുക്രിസ്തു എന്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ്, യേശുക്രിസ്തു എന്നെ എന്താ പറയുക സഹായിക്കുന്നതുകൊണ്ടാണ് നിങ്ങളോട് എനിക്ക് ക്ഷമ ചോദിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അവിടെ ഗോസ്പൽ പറയാനുള്ള ഒരു അവസരമാണ്. അപ്പൊ അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്, നിരപ്പിന്റെ ശുശ്രൂഷ നമ്മൾക്ക് തന്നിരിക്കുന്നു, അല്ലെ. ദൈവവുമായിട്ട് നിരപ്പിലാക്കും മനുഷ്യനെ. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മുടെ ശത്രുക്കളെ പോലും ദൈവത്തിലേക്ക് യേശുവിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കും. ദൈവം അത് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും, അല്ലെ. അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, ആരോടെങ്കിലും നമ്മുടെ സഹോദരങ്ങൾക്ക്, അല്ലെ, ആർക്കെങ്കിലും, നമ്മുടെ കൊളീഗ്സിനോ ആർക്കെങ്കിലും നമ്മളോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നമ്മളായിരിക്കട്ടെ സമാധാനം ഉണ്ടാക്കുന്നവർ, അല്ലെ. നമ്മളായിരിക്കട്ടെ അങ്ങോട്ട് ആദ്യം ചെന്നത് റെക്കൺസിലിയേഷൻ, നിരപ്പാക്കുന്നതിനെ പറ്റി സംസാരിക്കുന്ന വ്യക്തികൾ, അല്ലെ. ആ ബന്ധം തിരിച്ചു കൂട്ടി യോജിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നത് നമ്മളായിരിക്കട്ടെ, അല്ലെ. അപ്പൊ അത് നമ്മുടെ ദൈവത്തിന്റെ ഗ്ലോറിക്ക് മാത്രമേ അത് ഇടയാക്കത്തുള്ളൂ, അല്ലെ. ദൈവത്തിന്റെ നാമം ദുഷിച്ചു പോകത്തില്ല, നമ്മുടെ ദൈവത്തിന് മാക്സിമം ഗ്ലോറി കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള വ്യക്തികളായിരിക്കട്ടെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുക, നിരപ്പിന്റെ ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുകയോ ചെയ്യുന്നത്, അല്ലെ. അത് മറന്നു പോകാതിരിക്കുക, ഒരു വ്യക്തിയും മറന്നു പോകാതിരിക്കുക, നിരപ്പിന്റെ ശുശ്രൂഷയായിട്ട് നമ്മളിങ്ങോട്ട് വിട്ടിരിക്കുന്നുള്ള കാര്യം. നമ്മുടെ ദൈവം അതാണ് ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നുള്ള കാര്യം മറന്നു പോയിരിക്കും. നമുക്കത് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, താങ്ക് യു ജീസസ് മസ്. അങ്ങയുടെ സ്നേഹം പോലത്തെ സ്നേഹമില്ല കർത്താവ്. ഞങ്ങളുമായിട്ട് നിരപ്പാകാനായിട്ട് ദൈവമേ, ഞങ്ങളാണ് പാപം ചെയ്തത് കർത്താവ്, എന്നിട്ടും കൂടെ ഞങ്ങളോട് റെക്കൺസൈൽ ചെയ്തതിന് നന്ദി പറയുന്നു കർത്താവ്. ഈ ലോകത്തിലേക്ക് അങ്ങ് വന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. മനുഷ്യവർഗത്തെ കർത്താവ് നാശത്തിലേക്ക് വിടാതെ സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുത്തതിന് നന്ദി പറയുന്നു പിതാവേ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണം, അപേക്ഷിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും കർത്താവ്. കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബത്തെയും കുടുംബജീവിതത്തെയും ഫൈനാൻസിനെയും കർത്താവ്, മാതാപിതാക്കളുടെ ജീവിതത്തെയും വർക്ക് പ്ലേസിനെയും കർത്താവെ, എല്ലാം മാരേജും അങ്ങനെ എല്ലാ ഏരിയയും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുന്ന അങ്ങയുടെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇത് കേട്ടെന്ന ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.